Welcome to our vlog. So this is Anjana and this is Rahul. Welcome to our channel. Hi. ചാനലിന്റെ പേര് പറ. ഇല്ലോളം. അപ്പൊ ഇന്ന് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി റെഡിയാവാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എത്തിയസിന് എന്താണ് പൊങ്കാലയിൽ കാര്യം? എത്തിയസിന് എന്താണ് പൊങ്കാലയിൽ കാര്യം? ലേഡീസിനെ കാണാൻ. എന്നാ പിന്നെ വരണ്ട ഇവിടെ തന്നെ നിന്നാ മതി കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ റെഡി ആയിട്ട് പൊങ്കാലയ്ക്ക് കാഴ്ചകൾ കാണാം. അപ്പൊ നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. ഞാനിപ്പോ ജസ്റ്റ് തിരുവനന്തപുരത്ത് ഇവിടെ ഒരു പൂളില് സ്വിമ്മിങ്ങിന് പോയിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പൊ പോകുന്ന വഴിയിലുള്ള ഇന്നത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. സോ ദാറ്റ് നാളെ ആകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എങ്ങനെയായോ എന്ന് അന്തം വിടും. ഇപ്പൊ തന്നെ ഇവിടെ നമ്മുടെ സിറ്റിക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും ആൾക്കാർ പൊങ്കാല ഇടാൻ വേണ്ടിയുള്ള സ്ലോട്ടുകൾ ഇങ്ങനെ കല്ലൊക്കെ വെച്ച് പേരൊക്കെ എഴുതി ഫുള്ള് ബുക്ക് ചെയ്തിട്ടൊക്കെയാണ്. ഇന്ന് ഒരുവിധപ്പെട്ട തിരുവനന്തപുരത്തുള്ള എല്ലാ സ്ട്രീറ്റിലും മറ്റേ ലൗഡ് സ്പീക്കർ ഇട്ട് പാട്ട് പൊട്ടിക്കായിരിക്കും. എല്ലാ അമ്പലങ്ങളിലും സർക്കിൾ ചെയ്ത ആളുകൾ പൊങ്കാല ഇടുന്നുണ്ടായിരിക്കും. ആറ്റുകാൽ അമ്പലത്തിന്റെ ഒരു 10 കിലോമീറ്റർ റേഡിയസിൽ വരെ എങ്കിലും പൊങ്കാല ഉണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതിലും കൂടുതലാണെങ്കിലേ ഉള്ളൂ. അപ്പം ലെറ്റ്സ് ഗോ ടുഗെദർ. അപ്പൊ ഞാൻ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലെത്തി. ഇനി തൊട്ട് നിങ്ങൾക്ക് 2 സൈഡിലും കല്ലുകൾ കാണപ്പെടുന്നതായിരിക്കും. ശ്രദ്ധിച്ചു നോക്കുക. ചുടുകട്ടകളൊക്കെ ഇങ്ങനെ അടുക്കിപ്പറക്കി വെച്ചിട്ടുണ്ട്. ഒരു സൈഡില് കണ്ട ലേബൽ അടിച്ച കല്ലുകൾ. ഈ സൈഡ് നോക്കിയാൽ കാണാം. ചുടുകട്ടകൾ ആളുകൾ കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. സോ ദാറ്റ് നാളെ അവർക്ക് ജസ്റ്റ് വന്ന് നാളെ എനിക്ക് തോന്നുന്നു 8 മണി തൊട്ട് ഇവിടെ പെണ്ണുങ്ങൾ ഫുൾ ചിലയിടത്ത് ആണുങ്ങളും കാണും. തേങ്ങ ഒക്കെ തിരുമ്മി കൊടുക്കാനും കണ്ട ഇവിടെ കണ്ട കലം വെക്കണം. കുറെ പെണ്ണുങ്ങൾ ഇന്ന് കലം വാങ്ങിച്ചോണ്ട് നിൽപ്പുണ്ട്. നാളത്തെ ഇവിടുത്തെ സീൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അന്തം വിട്ട് കുന്തം വീഴും ഗൈസ്. ഞാൻ എന്തായാലും ഇതുവഴി ഒരു രാവിലെ 7 മണിക്കാണ് പാസ് ചെയ്യാൻ പോണത്. 10 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും മിക്കവാറും പൊങ്കാല ടൈം. എന്തായാലും അപ്പം നമുക്ക് നോക്കാം. ഇനി ജസ്റ്റ് നമ്മളെ കനകുന്നിന്റെ ഫ്രണ്ടിലും കൂടെ കണ്ടിട്ട് പോകാം. ഇവിടെയൊക്കെ ഫുൾ ആളുകളായിരിക്കും നാളെ. എല്ലാരും മറ്റേ പട്ടുപാവാടയും മറ്റേ വെള്ള സാരി അല്ല പ്രയാത്തിന്റെ സാരി സെറ്റ് സാരിയും ഒക്കെ ഉടുത്ത് ഇങ്ങനെ ഫുൾ ബഹളമായിരിക്കും. അപ്പൊ നമ്മൾ വെള്ളയമ്പലത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളയമ്പലം ജംഗ്ഷൻ സീനുകളാണ് ഇന്നലെ കണ്ടതും ഇന്ന് കണ്ടതും വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. 2 സൈഡിലും ചേച്ചിമാർ, അമ്മൂമ്മമാർ, കുഞ്ഞുങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഭയങ്കര പ്രിപ്പറേഷൻ നടക്കുകയാണ്. ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലും കെൽട്രോണിന്റെ സൈഡാണിത്. സമയം 8 മണി. മ്യൂസിയം ഏകദേശം ഒരേ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. കൊച്ചുകുട്ടികൾ വരെ രാവിലെ തൊട്ട് ഇവിടെ വന്ന് ക്യാമ്പ് അടിച്ചിരിക്കുകയാണ്. പല പല സ്ഥലങ്ങളിൽ നിന്ന് ഓഫീസിന്റെ അകത്തൊക്കെ ആൾക്കാർ തമ്പടിച്ചിട്ടുണ്ട്. ചേട്ടന്മാരെ കൊണ്ടല്ലോ. പണ്ടൊന്നും ആണുങ്ങൾ ഈ സൈഡിലൊന്നും കാണുകയാണ്. ഇപ്പൊ ആണുങ്ങളും വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല നല്ല ആളുകൾ ഈ നാട്ടിൽ പച്ചക്കൊടികളായ ഒരുപാട് ആളുകൾ ആണുങ്ങളുണ്ട് എന്നുള്ളതിന്റെ എക്സാമ്പിളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ ഇരുന്ന് എന്തൊക്കെയോ വായിക്കുന്നൊക്കെ ഉണ്ട് കേട്ടാ. ലക്ഷ്മി സഹസ്രനാമം പോലെ എന്തോ ആണെന്ന് തോന്നുന്നു. പാളയം പള്ളി, 2 പള്ളികൾ. പള്ളിയുടെ ഫ്രണ്ടിൽ ഫുള്ള് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മുടെ ഒരു ഫേമസ് സ്പോട്ടാണ് ഈ പള്ളി, പിന്നെ ഈ അമ്പലം. 3 സ്ഥിതി ചെയ്യുന്ന ഒരു സംഗമം. പാളയം മാർക്കറ്റ്. പാളയം സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരം രാവിലെ ഫുഡൊന്നും കിട്ടിയില്ല. 2 പേര് ഫുഡ് നോക്കിയിട്ട് വൃത്തിയില്ല. രാവിലെ ആരൊക്കെയോ ഫുഡ് ഇഡലി സാമ്പാർ തീർന്നു പോയി. ഈ ജനങ്ങൾ എല്ലാം തിന്ന് തീർത്തു. നമുക്കിനി ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോവാം. ഓക്കെ ഗൈസ്, അമ്പലത്തിൽ പോവാൻ വേണ്ടി എന്റെ അമ്മായിയമ്മയും ഞാനും ഇവിടെ നടന്നപ്പോ അമ്മായിയമ്മ തേച്ച് ഗൈസ് വേറൊരാൾ സ്കൂട്ടറിൽ കൊണ്ടുപോയി. ഇനിയിപ്പോ ഞാൻ ഫുഡ് കിട്ടുമെന്നോ? പ്രഭാത ഭക്ഷണം കിട്ടാത്തവർ കമ്മിറ്റി ഓഫീസിന്റെ സമീപത്ത് സജ്ജീകരിച്ചിരിക്കുന്ന പ്രഭാഷണ ഇവിടെ എത്തിച്ചേരേണ്ടതാണ്. പ്രഭാത ഭക്ഷണം അവസാനം എനിക്ക് ഫുഡ് കിട്ടി. സത്യം പറഞ്ഞാൽ പൊങ്കാല കഴിഞ്ഞിട്ടേ കഴിക്കാവുള്ളൂ എന്നാണ്. പക്ഷെ എനിക്ക് അത്ര നേരം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാരെല്ലാം കഴിക്കുന്നുണ്ട്.
ശരിക്കും റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും മേ ബി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ കഴിക്കാൻ പോവുകയാണ്. ഒരു അമ്മയ്ക്കും എനിക്കും ഉള്ളതാണ്. ഞാൻ ഇത്രയും തിന്നിട്ട് ഇഡലി ഫുൾ അടിച്ചു തീർത്തല്ലേ, ഒന്നും വെച്ചിട്ടില്ല അല്ലേ? ഞാൻ അപ്പുറത്തുനിന്ന് പോയി എടുത്തിട്ടാണ് വന്നത്. എന്നാ പറ, എല്ലാരും കഴിക്കണുണ്ട്. ഞാൻ എന്റെ ഫുഡ് ഇവിടെ ആരും കാണാതെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിലും പൊങ്കാല ഫുഡ് ഭയങ്കര ടേസ്റ്റാണ്. വാടാ സ്നേഹത്തേക്കിന് ഉടുപ്പ് കാണണ്ടേ? ഫുൾ വ്യൂ കാണുന്നില്ല. ഞാൻ പാൻറ്റിന്റെ ആവശ്യമില്ല. പിന്നെ പൊങ്കാല ആയതുകൊണ്ട് ഞാൻ പാൻറ്റൊക്കെ ഇട്ട് നിൽക്കാന്ന് വിചാരിച്ച് കുനിഞ്ഞൊക്കെ നിന്ന് പായസം ഇളക്കുന്നതിനിടയിൽ വെള്ളം പൊങ്ങിപ്പോയാൽ ലിങ്ക് കൊടുത്തേക്ക്. എന്തായാലും പ്രിപ്പറേഷൻസ് ഫോർ ദ മറ്റേ തെരളിയപ്പം ഉണ്ടാക്കാനല്ല, മണ്ടപ്പൂറ്റ്. ഓക്കെ ഓക്കെ. അത് പക്ഷെ എന്റെ ഫുൾ ഫൈനൽ റിസൾട്ട് കിട്ടിയില്ല. കൊള്ളാം കേട്ടാ. അങ്ങനെ നമുക്ക് തൊപ്പി കിട്ടിയിരിക്കാണ്. ഇത് സ്പോൺസർ ആണല്ലേ? യൂഷ്വലി നമ്മൾ പൊങ്കാല ഇടുമ്പോഴത്തേക്കും ആറ്റുകാൽ അമ്പലത്തിൻ്റെ അവിടെ നിന്നൊരു വിളക്ക്, ഒരു ഫയർ ഇങ്ങനെ ലൈറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് എല്ലാം പാസ് ചെയ്ത് വരുന്നത്. ഇപ്പം അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ് ആളുകളെല്ലാം പൊങ്കാല ഇടുന്നത്. അപ്പോൾ പിന്നെ ഈ തീ എവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ജനറലി എന്താണ് സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇരിക്കുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ അവരൊരു ടെൻറ്റ് പോലൊരു സ്ഥലം വെക്കും. അവിടെ ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഇതും പൂജയൊക്കെ ചെയ്തിട്ട് അവിടെ വിളക്ക് കത്തിച്ചിട്ട് ആ വിളക്കിൽ നിന്നാണ് നമ്മളെല്ലാവരും ബേസിക്കലി എടുക്കുന്നത്. അതായത് ആറ്റുകാൽ അമ്പലത്തിൻ്റെ അവിടെ നിന്നുള്ള ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതിൻ്റെ ഇടയിൽ കൂടെ കുറേ പേര് എൻ്റെ തീ എടുക്കണേ, അതിന് മുന്നേ എൻ്റെ തീ അണഞ്ഞു പോകുന്ന എനിക്ക് ടെൻഷനായി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. പിന്നെ അമ്മയും വിളിക്കുന്നുണ്ടായിരുന്നു, വാ 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 എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി. ഞാൻ പെട്ടെന്ന് കളഞ്ഞിട്ട് ഓടി. ഇവരൊക്കെ പിന്നെ എങ്ങനെ കത്തിച്ചോ എന്തോ, ഞാൻ ചതിച്ചു ഗൈസ് അവരെല്ലാം. ഇപ്പം ബേസിക്കലി നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്ന് നമ്മുടെ അടുക്കളയിൽ ഇട്ടാലും സെയിം ഇഫക്റ്റ് തന്നെ. ഇത് പിന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഇടുന്നു എന്നുള്ള ഒരു സംഭവം മാത്രമാണ് ഉള്ളത്. അടുത്തുള്ള ആ ഒരു സെറ്റപ്പിനകത്ത് നിന്ന് കത്തിച്ചുകൊണ്ട് വരാനാണെങ്കിൽ പിന്നെ എന്തെന്നാണ് ഇത്ര മഹിമ. സൈഡിൽ നിൽക്കുന്നതാണ് CPയുടെ അമ്മ. അപ്പം അമ്മേനെ മെയിൻ ഹെൽപ്പറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും കൊണ്ട് ഒരു കലം മാത്രമേ ഉള്ളൂ. പാടെ തിളച്ച് തൂവുമ്പോഴത്തേക്കും കിഴക്കോട്ട് വീഴണം എന്നുള്ള ഭയങ്കര ഇതായിരുന്നു. ഭാഗ്യത്തിന് തിളച്ച് കിഴക്കോട്ട് തന്നെ വീണു. അതുകൊണ്ട് അമ്മ ഹാപ്പി, ഞാനും ഹാപ്പി. നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിലൊക്കെയാണ് നിൽക്കണമെങ്കിൽ ഫുൾ കുരവ വിളിയും ബഹളവും ഒക്കെയാണ് തിളച്ച് പോകുമ്പം. കറക്റ്റായിട്ട് നമ്മുടെ സാധനം പൊങ്കാല കറക്റ്റ് ഡയറക്ഷനിലേക്ക് തിളച്ച് തൂവുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സക്സസ്. കഷ്ടകാലത്തിന് എൻ്റെ മൈക്ക് ഈ സമയത്തെല്ലാം ഓഫായിപ്പോയി. എങ്ങനെ അത് സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലായിരുന്നെങ്കിൽ ഇതിൽ ഫുള്ള് സംസാരം ഉണ്ടായിരുന്നു ഈ സെക്ഷനിലൊക്കെ. ഇതെന്തോ മറയൂർ ശർക്കര വെച്ചുണ്ടാക്കിയ പൊങ്കാലയാണ്, കറുത്ത കളറിൽ. നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ചേച്ചി തന്നെയാണ് ഈ വീഡിയോ ഇപ്പോൾ എടുത്തു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് എല്ലാവർക്കും ഉള്ള ചോറ് എടുത്തുകൊണ്ട് വന്നു. നമുക്ക് വീടിനകത്ത് കയറിയിട്ട് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം. പിള്ളേരുടെ അടുത്ത് എന്തിനാണ് ഇത് ഓണം അല്ലെങ്കിൽ പൂക്കളം ഇടുന്നത് ചോദിച്ചപ്പോഴത്തേക്കും പിള്ളേർ തന്നെ കണ്ടുപിടിച്ചൊരു പേരാണ്. എന്താണ്? പൊങ്കോണം. അത് കൊള്ളാം, നല്ല പേര്. വെള്ളമൊക്കെ തന്നെ എടുത്ത് കുടിക്കുക. നമ്മളിത് അപ്പം എന്താ തന്നെ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ടോ? അപ്പം കൊടുത്തു വെള്ളം. എന്തൊക്കെയാണ് അപ്പം നമ്മുടെ പൊങ്കാല വിഭവങ്ങൾ? പൊങ്കോണം വിഭവങ്ങൾ: അച്ചാർ, ക്യാബേജ് തോരൻ. ആറ്റുകാൽ പൊങ്കാലയുടെ ഹിസ്റ്ററി ഒന്ന് പറയാൻ പറ്റുമോ? ചുരുക്കി. ആറ്റുകാൽ പൊങ്കാല കണ്ണകിയുടെ സ്മാരകമായിട്ടുള്ള ഒരു പൂങ്കാലയായിട്ട് വരും. കണ്ണകിയുടെ സ്മാരകമാണ്. കണ്ണകി ആരാണ്? കണ്ണകി എന്ന് പറയുന്നത് ഒരു കോവലൻ എന്ന് പറയുന്ന ഒരു ആളിന്റെ ഭാര്യ. കോവലൻ ആരാണ്? കോവലൻ ഒരു ഭർത്താവാണ്. അദ്ദേഹം ഒരു ചെലങ്ക മോഷ്ടിച്ചു എന്നുള്ള ആരോപണം ഉണ്ടായി. നടന്നതല്ല എന്തായാലും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മധുരയിലെ രാജാവ് ശിക്ഷിച്ചു, കൊലപ്പെടുത്തി.
അതിൽ ദേഷ്യം വന്നിട്ട് സത്യം തിരിച്ചറിയാനായിട്ട് ഉള്ള ഇതായിട്ട് ഇവള് ഈ ഭാര്യ ഉഗ്രമൂർത്തിയായി മാറി മധുരാപുരി ചുട്ടരിച്ചു. ആ കഥയുടെ അതും ട്രിവാൻഡ്രോട് എന്ത് ബന്ധം? ഒരു ബന്ധവും ഇല്ല. അല്ല, എന്നിട്ട് അവരിവിടെ വന്നിരുന്നു തോന്നുന്നു. ഇവിടെ വന്നിരുന്നു. ആറ്റുകാൽ ദേവി അതൊക്കെ സങ്കല്പം. അവരവിടുന്ന് ഓടിയിട്ട് ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഒന്നുമല്ല. പല പിന്നെ ദേവീ ക്ഷേത്രങ്ങളിലും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണിത്. പക്ഷെ ഇവിടെ ഇത് ആറ്റുകാൽ പൊങ്കാല മാത്രമൊന്നുമല്ല. കരിക്കകത്തുണ്ട്, ചക്കുളത്ത് കാവിലുണ്ട്, പലയിടത്തും ഇതേ സെയിം ഡേയിലോ പലയിടത്തും അവരവരുടെ നടത്തുന്നുണ്ട്. ഈ കണ്ണകിയുടെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ ആറ്റുകാൽ പൊങ്കാല നടത്തുന്നതെന്നാണ് അച്ഛൻ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഫിക്ഷനിൽ വിശ്വസിക്കുകയോ, ആ ചോദ്യം ഈശ്വരനിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കുന്നില്ലയോ എന്ന് മണ്ടത്തരം ചോദ്യമാണ്. അതായത് ഡിവൈനായ ശക്തികൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരും ഇല്ല എന്ന് വിശ്വസിക്കുന്നവരും രണ്ടിനും സത്യമുണ്ട്. രണ്ടും ഈക്വലി ട്രൂ ആണ്. എപ്പോഴും സ്കൂൾ പിള്ളേരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. ഇവരെൻ്റെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞ് എന്നെ കാണാൻ വന്നത്. താങ്ക് യു കുട്ടികളെ ഫോർ മേക്കിംഗ് മൈ ഡേ. പറഞ്ഞ പോലെ ലാസ്റ്റ് പൊങ്കാല കഴിഞ്ഞൊരു പൂജാരി വന്ന് വെള്ളം തളിക്കും. പക്ഷേ ഈ വെള്ളം എടുത്തുകൊണ്ട് വരണത് അപ്പുറത്തെ വീട്ടിലെ പൈപ്പിൽ നിന്നാണ്. ആ പൈപ്പിൽ പക്ഷേ പൂജാരി വന്ന് തളിക്കുന്നു എന്ന് മാത്രം. അമ്പലത്തിൻ്റെ അടുത്താണെങ്കിൽ ഓക്കെ. പായസം തുറന്നപ്പോൾ ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ശർക്കരയെല്ലാം മോൾ നേരൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഏത് സീരിയലാണ്? ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, തിരളിയോടൊപ്പം. 1:15 ആയപ്പോഴാണ് വന്ന് തീർത്ഥം തളിച്ചത്. വൈകുന്നേരം 3 മണിയോടുകൂടി എല്ലാ ആളുകളും വീട്ടിൽ പോയി. ഇനിയിപ്പോൾ കോർപ്പറേഷൻ വന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്യും. അപ്പോൾ ഇന്നത്തെ പൊങ്കാലയുടെ ഒരു ഗ്ലിംസ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ഞാൻ രാത്രി പായസം കഴിക്കാമെന്ന് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പായസം സ്കൂട്ടറിനകത്തായി പോയി. CP സ്കൂട്ടർ കൊണ്ട് എവിടെയോ പോയി. ഇനി രാത്രി വന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ കഴിക്കാം. ഇന്ന് രാത്രി മിക്കവാറും എല്ലാ ആൾക്കാരും ഹോട്ടലുകളിൽ ചിക്കനും മീനും കഴിക്കാൻ വേണ്ടി ഓടുമായിരിക്കും. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എല്ലാവരും വ്രതത്തിലൊക്കെ ആയിരുന്നിരിക്കാം. മേ ബി നമ്മൾ വ്രതത്തൊന്നും ഇല്ലായിരുന്നു. നമ്മളങ്ങനെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ഗൈസ്, ഇതെല്ലാം ഒരു തട്ടിക്കൂട്ടാണ്. നമ്മൾക്ക് വീട്ടിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. കാരണം റിയലി അതിൻ്റെ ഫുൾ ഗ്ലോറി ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ തന്നെ പോയി അമ്പലത്തിൽ നിന്ന് വരുന്ന ഫയർ എടുക്കാം, അമ്പലത്തിൻ്റെ അടുത്ത് വരുന്ന തീർത്ഥം തളിക്കാം. ബട്ട് ബാക്കിയുള്ളതെല്ലാം ഒരു ഉഡായിപ്പ് സെറ്റപ്പാണ്. എല്ലാവർക്കും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി. എക്സ്പീരിയൻസ് ആണോ എല്ലാം അല്ലേ? അപ്പൊ ഗൈസ്, എൻ്റെ അമ്മ പൊങ്കാലിട്ട് എൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ വെക്കാം. ഭയങ്കര സ്റ്റൈലാണ്, കാണിച്ചു തരാം. അപ്പം അമ്പലത്തിന്റെ കുറച്ചും കൂടെ ക്ലോസർ സ്ഥലത്താണ് പോയി പൊങ്കാല ഇട്ടത്. അമ്മ പണ്ട് തൊട്ടേ അവിടെ തന്നെയാണ് ഇടുന്നത്. ഇവിടെ CPയുടെ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ വരുമ്പോഴത്തേക്കും ടാറ്റ, ബൈ ബൈ. പ്ലീസ് സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് കുത്തി പൊട്ടിച്ച് ഒരു പരുവത്തിലാക്കുക. ലവ് യു ഓൾ. ബൈ.